ഇതിനായിരിക്കുകയാണ്. എന്തിനായിരിക്കും ആദ്യ പ്രയോറിറ്റി? കേരളത്തിൽ റബ്ബറിന് വലിയ ക്രൈസിസ് കാലഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണ രീതിയിൽ റബ്ബർ ബോർഡ് എന്ന് പറഞ്ഞാൽ റബ്ബറിൻ്റെ വ്യവസായം, അതിൻ്റെ ഉൽപ്പന്നം, അതാണല്ലോ കർഷകരുടെ പ്രശ്നങ്ങൾ. അതാണ് പ്രധാനമായിട്ട് ഉന്നയിച്ച്. ഞാൻ റബ്ബർ ബോർഡ് മെമ്പറായിരുന്നു കഴിഞ്ഞ 3 വർഷം കൊണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ റബ്ബറിൻ്റെ അനന്ത സാധ്യതകൾ മറ്റ് സംസ്ഥാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നന്നായിട്ട്. അതിനേക്കാൾ ഉപരി റിസർച്ച്, അതുപോലെ തന്നെ അത്തരത്തിൽ റിസർച്ചാണ് ഏറ്റവും പ്രധാനം. റബ്ബർ ബോർഡിൻ്റെ റിസർച്ച്, പുതിയ പദ്ധതികൾ, പുതിയ തീരുമാനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ, പ്രത്യേകിച്ച് കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പിന്നെ അത്തരം വാണിജ്യത്തിനേക്കാൾ ഉപരി മറ്റ് ശാസ്ത്ര ലോകത്ത് അടക്കം ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ കർഷകർക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് വ്യവസായവും കർഷകരുമുണ്ട്. കർഷകരെ പ്രധാനമായിട്ട് സഹായിക്കുക എന്നുള്ള നിലയിലാണ് അതിൻ്റെ ജോലിക്കാർ, അതുപോലുള്ള ആളുകൾ, അവർക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി ഞാൻ മുന്നോട്ട് വെക്കുന്ന. ഞാനത് ബോർഡിൽ കഴിഞ്ഞ 3 വർഷമായി പുതിയ നമുക്കെന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റും, ഇതിന് തടി പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒത്തിരി വളരെ അനന്ത സാധ്യതയുള്ള ഒരു മേഖലയാണ് റബ്ബർ എന്ന് പറയുന്നത്. അത് ഈ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനമായും. കാരണം എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ എൻ്റെ മനസ്സിലുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരു മുന്നിൽ വരുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നതായിരിക്കും. കർഷകരായിരിക്കും പ്രധാനമായിട്ട്. റബ്ബർ ബോർഡ് ആസ്ഥാനമായി അത് അവിടെ നിന്ന് തന്നെ മാറിപ്പോകുമെന്നുള്ളൊരു ചർച്ചയുണ്ടായിരുന്നു. ആസ്ഥാനം ചിലപ്പോൾ അവിടെ നിന്ന് ഇല്ലാതാകുമെന്നുള്ളൊരു വലിയ ആശങ്ക കർഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഒരു പത്രസമ്മേളനത്തിൽ 3-4 തവണ മെമ്പറായിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പാർലമെൻറ്റിൽ ഈ വിഷയം അംഗങ്ങൾ ഉന്നയിച്ചപ്പോൾ മന്ത്രി തന്നെ ഈ വിഷയം അവിടെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രധാനമന്ത്രി, നമുക്കറിയാം, പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിനോട്, റബ്ബർ കർഷകരോട് കാണിച്ച ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഈ റബ്ബർ ബോർഡ് ചെയർമാൻ സ്ഥാനം കേരളത്തിന് ലഭിച്ചു. അത് എനിക്ക് ലഭിച്ചു എന്നുള്ളതല്ല, കേരളത്തിന് ലഭിച്ചു എന്നുള്ളത്. അതുമാത്രമല്ല, 72% നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ആ കേരളത്തിൽ വേണം എന്നുള്ളത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ, ആ കാര്യം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല, സംസ്ഥാന അധ്യക്ഷൻ ശക്തമായി തന്നെ കേരളത്തിലെ കർഷകർക്ക് ഉന്നമനം ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ഇത് വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് റബ്ബർ ബോർഡ് സ്ഥാനം കേരളത്തിന് ലഭിച്ചത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ഓഫീസ് അവിടെ നിന്ന് നീക്കം ഒരിക്കലുമില്ല. ഇതെങ്ങനെ അത് ഞാൻ പറഞ്ഞത്, അത് പാർലമെന്റ് രേഖകളിലുള്ളതാണ്. ഇപ്പം തന്നെ കോട്ടയത്ത് നിന്നുള്ള ഒരാളെ തന്നെ ചെയർമാനാക്കിയതോടുകൂടി കോട്ടയത്തെ ഓഫീസ് എന്നുള്ള നിലയിൽ ഒരു കാരണവശാലും ഞാൻ അന്ന് മന്ത്രി തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു ചിന്തയില്ല, അത് അവിടെ തന്നെ നിലനിൽക്കും, യാതൊരു സംശയവുമില്ല എന്ന് വളരെ വ്യക്തമായി അടിവരയില്ല. ഞാൻ തന്നെ 2-3 തവണ ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. സാധാരണ ഈ ചെയർമാൻഷിപ്പിലൊക്കെ IAS ഉദ്യോഗസ്ഥർ, IRS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളും നമ്മൾ നേരെ കണ്ടിരിക്കുന്നത് ആ കീഴ്വഴക്കം ലംഘിച്ച് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണോ ഇത്? അങ്ങനെ ആരോപണങ്ങളോ? ഇത് നേരത്തെ IRS, അതുപോലെ തന്നെ IPS ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ആളുകളായിരുന്നു കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അത് മാറ്റി ഈ കഴിഞ്ഞ ടേമിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ കൊൽക്കട്ടയിൽ നിന്നുള്ള ഡോക്ടർ സാബർ ധനാനിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അല്ലല്ല, സാബർ ധനാനിയെ ചെയർമാൻ തന്നെയായിരുന്നു. അതിനുശേഷം താൽക്കാലിക ചുമതലയായിട്ട് റബ്ബർ ബോർഡിൻ്റെ ഒരു IR ക്യാബിനറ്റ്, അതില്ലെങ്കിൽ ആ തരത്തിൽ ചുമതല വഹിക്കുന്ന ആൾക്കായിരുന്നു അവിടെ ഇപ്പോൾ താൽക്കാലിക ചുമതല കൊടുത്തിരുന്നു. അപ്പോൾ അതിനുശേഷം കേരളത്തിൽ നിന്ന് ആദ്യമായി IAS അല്ലെങ്കിൽ IPS കഴിഞ്ഞ് കിട്ടുന്ന ഒരു പദവിയാണ് ഇപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയിൽ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ നിയമനമില്ല. അല്ല, എങ്ങനെ ഒരു അത്തരത്തിൽ ആ ഒരു സ്ട്രക്ചറാണല്ലോ നമുക്കറിയാം. പഞ്ചായത്ത് നേരത്തെ അങ്ങനെയല്ല, പഞ്ചായത്ത് സെക്രട്ടറി, പഞ്ചായത്ത് പ്രസിഡന്റ്, ആ രീതിയിലുള്ള ഒരു ഭരണം ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റബ്ബർ ആക്ട്, റബ്ബർ ബില്ല്, ഇനി നിങ്ങളുടെ അടുത്ത ഏറ്റവും വലിയ കോളിളക്കം ഈ കേരളത്തിലും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ തരാനുള്ള കാരണം വെച്ചാൽ റബ്ബറിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മുന്നണികളും ഇലക്ഷൻ്റെ സമയത്ത് റബ്ബറാണ് മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, മലയോര മേഖലയിലാണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും റബ്ബറാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇനി വരുന്നത് ഇപ്പോൾ നമ്മൾ റബ്ബർ ആക്റ്റാണ്. ഇത് 1947 നമ്മൾ ഉണ്ടാക്കി. നമുക്കറിയാം എത്രയോ ബില്ലുകൾ അമെൻമെൻറ്റ് ചെയ്തു. അപ്പോൾ കർഷകർക്കും പ്രത്യേകിച്ച് ഇപ്പോൾ റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് വാണിജ്യ മേഖലകളിൽ ഇടപെടാനുള്ള ഒരു നിയമം അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അതുകൂടെ കൂടി റബ്ബർ ബില്ല്
ഈ കർഷകരെ യാതൊരു വിധത്തിലും സ്വാധീനിക്കാതെ റബ്ബർ ബില്ല് പാസ്സാകുന്നതനുസരിച്ചിട്ട് കൂടുതൽ ചുമതലകൾ റബ്ബർ ബോർഡിലേക്ക് വരാൻ പോവുകയാണ്. പുതിയ ഒരു സ്ട്രക്ചർ തന്നെ റബ്ബർ ബോർഡിലേക്ക് വരാൻ പോവുകയാണ്. അത് ഈ കർഷകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിനും ബാക്കിയുള്ള റബ്ബർ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100%. കാരണം റെപ്കോയുടെ ഒരു അംഗമാണ് റബ്ബർ ബോർഡ് ചെയർമാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.